2026 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സായുധ പോരാട്ടത്തിന് സാധ്യതയുണ്ടെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേവലം ഒരു അതിർത്തി തർക്കമല്ല, പാകിസ്ഥാന്റെ ഭീകരവാദത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം അവരെ ഒരു സമ്പൂർണ്ണ തകർച്ചയിലേക്കും പിന്നീട് ഇന്ത്യയുമായി ഒരു യുദ്ധത്തിലേക്കും നയിക്കുമെന്നാണ് അമേരിക്കൻ തിങ്ക് ടാങ്കായ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. CFR പുറത്തുവിട്ട കോൺഫ്ലിക്ട്സ് ടു വാച്ച് ഇൻ 2026 എന്ന റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. കാശ്മീരിൽ പാക് സ്പോൺസേർഡ് ഭീകരവാദം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത്. മോദി സർക്കാരിന് കീഴിൽ ഭാരതം പുലർത്തുന്ന സീറോ ടോളറൻസ് നയം പാകിസ്ഥാനെയും അവരുടെ സൈനിക മേധാവി അസീം മുനീറിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന 4 ദിവസത്തെ മിനി യുദ്ധമായ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടതാണ്. പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ആ ശക്തമായ തിരിച്ചടിയിൽ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര താവളങ്ങൾ മാത്രമല്ല സൈനിക കേന്ദ്രങ്ങളും തകർന്ന് തരിപ്പണമായിരുന്നു. അന്ന് പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിച്ചെങ്കിലും അവർക്ക് ഇപ്പോഴും നല്ല ബുദ്ധി വന്നിട്ടില്ല എന്ന് തന്നെയാണ് രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 30ഓളം ഭീകരർ ഇപ്പോഴും ജമ്മു മേഖലയിൽ നുഴഞ്ഞു കയറാൻ തക്കം പാർത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഏത് പ്രകോപനത്തിനും മറുപടി നൽകാൻ ഇന്ത്യ സജ്ജമാണ്. 79,000 കോടി രൂപയുടെ അത്യാധുനിക പ്രതിരോധ ഉപകരണങ്ങൾക്കാണ് ഇന്ത്യയുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിരിക്കുന്നത്. ഡ്രോണുകളും മിസൈലുകളും ഗൈഡഡ് ബോംബുകളുമായി ഒക്കെ ഇന്ത്യ കരുത്താർജിക്കുമ്പോൾ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയുമായി ചൈനയുടെയും തുർക്കിയുടെയും മുന്നിൽ കൈനീട്ടുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ സൈനിക ശേഷിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ലെന്ന് ലോകത്തിന് ബോധ്യമായി കഴിഞ്ഞു. ഇവിടെ പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടി കൂടി കാത്തിരിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനുമായും പാകിസ്ഥാൻ യുദ്ധത്തിന്റെ വക്കിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2600 കിലോമീറ്റർ നീളുന്ന ഡ്യൂറൻഡ് രേഖയിൽ അഫ്ഗാൻ പാക് സൈന്യങ്ങൾ തമ്മിൽ കടുത്ത ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ്. പാകിസ്ഥാൻ ഭീകരർക്ക് താവളമൊരുക്കുന്നു എന്ന അഫ്ഗാനിസ്ഥാനും അഫ്ഗാൻ താലിബാനെ പാകിസ്ഥാൻ ആക്രമിക്കുന്നു എന്ന് ഇസ്ലാമാബാദും ആരോപിക്കുന്നു. അഫ്ഗാൻ ഇപ്പോൾ പാകിസ്ഥാന് ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നില്ല. ഫലം പട്ടിണിയിലായ പാകിസ്ഥാൻ 2 അതിർത്തികളിലും ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ്. ചുരുക്കത്തിൽ ഭീകരവാദത്തെ താലോലിക്കുന്ന പാകിസ്ഥാന്റെ നയങ്ങൾ തന്നെയാണ് അവരെ സ്വയം നാശത്തിലേക്ക് നയിക്കുന്നത്. മോദി സർക്കാരിന്റെ കീഴിൽ സുരക്ഷിതമായ ഭാരതം ഏത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. ലോകം ഈ സംഘർഷങ്ങളെ ഉറ്റുനോക്കുമ്പോൾ ഭാരതത്തിന്റെ പരമാധികാരത്തിന് നേരെ വരുന്ന ഏതൊരു കൈയും വെട്ടിമാറ്റാൻ നമ്മുടെ സൈന്യം സജ്ജമാണ്. പാകിസ്ഥാൻ ഇനിയെങ്കിലും പാഠം പഠിക്കുമോ അതോ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.